പീരിയഡ്സിന്റെ സമയത്ത് വേറൊരു പ്രശ്നമാണ് പെയിൻ എന്ന് പറയുന്നത്. സാധാരണ യൂട്രസ് കൺട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പീരിയഡ്സ് മെൻസ്ട്രൽ സൈക്കിൾ വരുന്നത്, അല്ലെങ്കിൽ പീരിയഡ്സ് ബ്ലീഡിംഗ് ഉണ്ടാവുന്നത്. ഒരു ക്രാംസ് നോർമലി എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അത് കൂടാതെ നമ്മൾ സിവിയർ പെയിൻ ഒന്നും, അതായത് പീരിയഡ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പെയിൻ തുടങ്ങുന്നു, പീരിയഡ് സമയത്ത് അവരുടെ ദിനചര്യയ്ക്ക് പോലും ഭംഗം ഉണ്ടാകുന്ന രീതിയിൽ, അതായത് ഓഫീസിലോ സ്കൂളിലോ പോകാൻ പറ്റാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരുന്നു, ഇഞ്ചക്ഷൻ വേണ്ടി വരുന്നു, അത്രയും രീതിയിലുള്ള പെയിൻ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇത് കൂടാതെ തന്നെ പീരിയഡിന്റെ ഇടയ്ക്ക്, അതായത് നമ്മൾ ഒരു 1 to 28 days അല്ലെങ്കിൽ ഇടയ്ക്കുള്ള സൈക്കിളിന്റെ ഇടയ്ക്ക് 1-2 ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് സ്പോട്ടിംഗ് വരുന്നു, ചെറിയ ചെറിയ ബ്ലീഡിംഗ് വരുന്നുണ്ട്, അങ്ങനെയുള്ളവരും ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. ചില ആൾക്കാർക്ക് ഒരു 14th ഡേ ഓവുലേഷൻ അടുപ്പിച്ച് 1-2 ദിവസം ചെറിയ സ്പോട്ടിംഗ് കാണാറുണ്ട്. ഇത് ഓവുലേഷൻ ടൈമിലുള്ള സ്പോട്ടിംഗ് ആണ്. അത് റെഗുലർ ആയിട്ട് അങ്ങനെ സ്പോട്ടിംഗ് വരുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ ഇടയ്ക്ക് പീരിയഡിന്റെ ഇടയ്ക്ക് ബ്ലീഡിംഗ് വരുവാണെങ്കിൽ ഡോക്ടറെ കാണണം. ഇതുകൂടാതെ വേറൊരു 2 കണ്ടീഷൻസ് നമ്മൾ പറയുന്നത് പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിംഗ്, അതായത് സെക്ഷൽ കോൺടാക്ടിന് ശേഷം ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ സ്പോട്ടിങ്ങോ വരുന്നവർ നിർബന്ധമായും ഡോക്ടറെ കണ്ടിരിക്കണം.